നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനാണെന്ന് ചെക്ക് ചെയ്യുന്നത്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത്, പിന്നെ കെയുടെ വില കാണുന്നത്, എയുടെ ബിയുടെ വില കാണുന്ന കണക്കുകളൊക്കെയാണ് ചെയ്തത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഡെറിവേറ്റീവ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയേണ്ട ഒരു കാര്യം കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കുറച്ച് ഓൾജിബ്രിക് പ്രോപ്പർട്ടികളാണ്. ഓൾജിബ്രിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കൂ, എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അതേപോലെ എഫ് മൈനസ് ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അറ്റ് ആൻ ഇൻഡിക്കേറ്റഡ് പോയിന്റ്, ഏത് പോയിന്റിലാണോ ചോദിക്കുന്നത്. എഫ് ഇൻറ്റു ജിയും കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ബൈ ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. ബട്ട് ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആയിപ്പോയാൽ ഇൻഫിനിറ്റി ആകും, അറിയാമല്ലോ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ സമ്മ്, ഡിഫറൻസ്, പ്രോഡക്റ്റ്, ഡിവിഷൻ എന്നിവ കണ്ടിന്യൂസ് ആയിരിക്കും. അതേപോലെ ഒരു പ്രോപ്പർട്ടി കൂടി നമ്മളിവിടെ പറയും. രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ കോമ്പിനേഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. എന്തായിരിക്കും? അവയുടെ കോമ്പിനേഷനും നമ്മൾക്ക് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. കോമ്പിനേഷൻ നമ്മൾ ഇൻവെർട്ടിബിളൊക്കെ പഠിച്ചപ്പോൾ, ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ കോമ്പിനേഷൻ ഓഫ് ഫംഗ്ഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ശ്രദ്ധിക്കാം. അടുത്ത ഒരു സ്പെഷ്യൽ നോട്ട് നോക്കാം. നോക്കൂ, എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളും കണ്ടിന്യൂസ് ആണ്. അതായത് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് തുടങ്ങിയ 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവ 6ഉം എപ്പോഴും കണ്ടിന്യൂസ് ആണ്. ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻസ്, അതായത് ക്വാഡ്രാറ്റിക്, ക്യൂബിക് ഇക്വേഷൻ, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 3, എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 2, എക്സ് പ്ലസ് 1, എക്സ് ക്യൂബ് പ്ലസ് എന്നൊക്കെ വരുന്ന പോളിനോമിയൽ ഫംഗ്ഷനുകളെല്ലാം എല്ലാ എക്സ് വിലയ്ക്കും കണ്ടിന്യൂസ് ആയിരിക്കും. മോഡുലസ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. മോഡ് എക്സ് മൈനസ് 3 ഒക്കെ. ലോഗരിതമിക് ഫംഗ്ഷനും എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആണ്. ലോഗ് എക്സ് സ്ക്വയർ അങ്ങനെ വരുന്നതൊക്കെ കണ്ടിന്യൂസ് ആണ്. അടുത്തത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ഇ റേസ് ടു എക്സ്, 2 റേസ് ടു എക്സ്, 3 റേസ് ടു എക്സ്, അതെല്ലാം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത്രയും ഈ ഫംഗ്ഷനുകൾ ജനറലായി നമുക്ക് ടോട്ടലി കണ്ടിന്യൂസ് ആണെന്ന് പറയാം. മനസ്സിലാവുന്നുള്ള ഇത്രയും ഫംഗ്ഷൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് സൈൻ എക്സും ജി ഓഫ് എക്സ് എക്സ് ക്യൂബും രണ്ട് ഫംഗ്ഷനുകളാണെന്ന് വെക്കുക. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷനുകൾ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഫംഗ്ഷൻ്റെ ഓൾജിബ്ര പ്രകാരം ഈ സൈൻ എക്സ് ട്രിഗണോമെട്രി ആണല്ലോ, ട്രിഗണോമെട്രി ഫംഗ്ഷൻ, അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. ഇതാ എക്സ് ക്യൂബ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ, അതുകൊണ്ട് അതും കണ്ടിന്യൂസ് ആണ്, നമ്മൾക്കറിയാം ഇൻ ജനറൽ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എഫ് പ്ലസ് ജി ആയ സൈൻ എക്സ് പ്ലസ് എക്സ് ക്യൂബ് കണ്ടിന്യൂസ് ആയിരിക്കും. അതേപോലെ എഫ് മൈനസ് ജി സൈൻ എക്സ് മൈനസ് എക്സ് ക്യൂബ് കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ജി എക്സ് ക്യൂബ് സൈൻ എക്സ്, എഫ് ബൈ ജി സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ്, ബട്ട് എക്സ് നോട്ട് ഈക്വൽ ടു 0, കാരണം എക്സ് 0 ആയാലും ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ് ഇതും എന്തായിരിക്കും? ഇത്രയും ഫംഗ്ഷനുകൾ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം ഇവ രണ്ടും കണ്ടിന്യൂസ് ആയതുകൊണ്ട് അവയുടെ സമ്മ്, മൈനസ്, പ്രോഡക്റ്റുകളെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എഫിൻ്റെയും ജിയുടെയും കൂടെ കോമ്പിനേഷൻ, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി എഫിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്, അല്ലേ? എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം ജി കൊടുക്കണം. എഫ് ഓഫ് എക്സ് ആണല്ലോ, ഇതിലെ എക്സിന് പകരം ജിയെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ എക്സിന് പകരം ആര് വരും? എക്സ് ക്യൂബ് വരും, സൈൻ എക്സ് ക്യൂബ്. അതാണ് കോമ്പിനേഷൻ. അതേപോലെ തിരിച്ച് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം ജി ഓഫ് എക്സിൽ എക്സിന് പകരം ആരെ കൊടുക്കണം? എഫ് ഓഫ് എക്സിന്. ജി ഓഫ് എക്സിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുകയല്ലേ, അതിന് പകരം നമ്മൾ സൈൻ കൊടുക്കുമ്പോൾ സൈൻ എക്സ് ദ ഹോൾ ക്യൂ എന്നാകും. അപ്പം എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അവരുടെ കോമ്പിനേഷനായ ഈ രണ്ട് ഫംഗ്ഷനുകളും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് പ്രോപ്പർട്ടി ഓൾജിബ്ര പ്രകാരം നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഷോ ദാറ്റ് സൈൻ എക്സ് ക്യൂബ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഷോ ദാറ്റ് സൈൻ എക്സ് ക്യൂബ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പറയും, നമ്മൾ രണ്ട് ഫംഗ്ഷനാക്കി മാറ്റും അതിനെ. ലെറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്, ലെറ്റ് എഫ് ഓഫ് എക്സ് സൈൻ എക്സും ജി ഓഫ് എക്സ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തരുന്നതിനെ നമ്മൾ രണ്ട് ഫംഗ്ഷനാക്കി മാറ്റും. എന്നിട്ട് നമ്മൾ പറയും എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. ജി ഓഫ് എക്സ് എക്സ് ക്യൂബ് പോളിനോമിയൽ ഫംഗ്ഷനാണ്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് അവരുടെ കോമ്പിനേഷനായ സൈൻ എക്സ് ക്യൂബും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു നിർത്തും. അപ്പോൾ അങ്ങനെയുള്ള കണക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ കോസ് എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ കോസ് എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കോസ് എക്സ് സ്ക്വയർ എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? നോക്കൂ, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പം ഇതൊരു കോമ്പിനേഷനാണ് കോസ് എക്സിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് എന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കഴിയുള്ളൂ. ലെറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്ക് എഴുതാം, ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈസ് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അത് തെളിയിക്കേണ്ട കാര്യമില്ല, കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം.
ഇനി എഫ് അടുത്തത് ജി ഓഫ് എക്സ് ഈക്വൽ ടു ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ദെയർഫോർ എഫ് ഓഫ് ജി ഓഫ് എക്സ് മനസ്സിലാക്കണം, എഫിനകത്ത് എക്സിന് പകരമാണ് എക്സ് സ്ക്വയർ കിടക്കുന്നത്. അപ്പം എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ ജി കോമ്പോസിഷൻ ഓഫ് എക്സ് ആണിത്. മനസ്സിലാവുന്നുണ്ടല്ലോ, എഫിനകത്താണ് ജി കിടക്കുന്നത്. അതുകൊണ്ട് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ദെയർഫോർ കാരണം ഇത് രണ്ടും കണ്ടിന്യൂസ് ആകുന്നതുകൊണ്ട് അവയുടെ കോമ്പിനേഷനായ കോസ് എക്സ് സ്ക്വയർ എന്താണെന്ന് എഴുതി വെക്കുക മാത്രം ചെയ്താൽ മതി. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് എഴുതി വെക്കുക മാത്രം ചെയ്താൽ മതി. ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് സൈൻ എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. മോഡ് സൈൻ എക്സ് കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കുക. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്നും ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്നും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഈസ് എ ട്രിഗണോമെട്രി ഫംഗ്ഷൻ, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് എ മോഡുലസ് ഫംഗ്ഷൻ, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇനി നോക്കൂ, ഇത് എഫ് കോമ്പോസിഷൻ ജി ആണോ ജി കോമ്പോസിഷൻ എഫ് ആണോ? സൈൻ എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ ജി എഫിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ സൈൻ മോഡ് എക്സ് എന്നാണ് വരിക. ഇവിടെ എന്താ, തിരിച്ച് മോഡിനകത്താണ് സൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ജിക്കകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മോഡ് സൈൻ എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നോക്കൂ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ സൈൻ മോഡ് എക്സ് എന്നായിരുന്നു ചോദിച്ചിരുന്നുവെങ്കിലും സൈൻ എക്സ് മോഡ് എക്സ് എടുക്കും. അപ്പോൾ ഇവിടെ എഫ് കോമ്പോസിഷൻ ജി ആവും, തിരിച്ചാകും. അപ്പം എക്സിന് പകരം സൈൻ മോഡ് എക്സ് എന്ന് അങ്ങനെയും ചോദിക്കാം. അതും അപ്പോൾ ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ മോഡുലസ് മോഡ് 1 - x പ്ലസ് മോഡ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കൂ, മോഡുലസിനകത്താണ് ഇയാൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാൾ മോഡ് എക്സ് ആയിട്ട് എടുക്കാം, ഒരാൾ ഈ അകത്ത് കിടക്കുന്ന ആളുകളായിട്ട് എടുക്കാം. അപ്പം എന്ത് കോമ്പിനേഷനാണ് വരിക? എഫ് ഓഫ് ജി ആണ് വരിക. എഫിനകത്താണ് ജി വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നു ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് എ മോഡുലസ് ഫംഗ്ഷൻ, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. നമ്മൾ അത്രയും എഴുതി വെക്കണം, കാരണം മോഡുലസ് ഫംഗ്ഷൻ ജനറലി കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം എല്ലാ വാല്യൂവും. ഇനിയുള്ളത് ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 - x പ്ലസ് മോഡ് എക്സ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സിൻ്റെയും 1 - x എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെയും സമ്മാണ്. അപ്പോൾ നമ്മൾ എഴുതുക ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 - x പ്ലസ് മോഡ് എക്സ് ഈസ് എ സം ഓഫ് പോളിനോമിയൽ. 1 - x പോളിനോമിയലാണ് ആൻഡ് മോഡുലസ് ഫംഗ്ഷൻ, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. കാരണം പോളിനോമിയൽ കണ്ടിന്യൂസ് ആണ്, മോഡുലസും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് അവയുടെ സമ്മും കണ്ടിന്യൂസ് ആണ്. നമുക്കറിയാം ഇതാണ് പോളിനോമിയൽ, ഇതാണ് മോഡുലസ്. അത് രണ്ട് സം ചെയ്താലും കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവയുടെ സമ്മ് കണ്ടിന്യൂസ് ആണ്. ദെയർഫോർ എഫ് ഓഫ് ജി ഓഫ് എക്സ്, ജി എഫിനകത്തേക്ക് കയറി കിടക്കുന്ന, ജി എഫിലേക്ക് കയറി കിടക്കുന്ന മോഡ് 1 - x പ്ലസ് മോഡ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഫംഗ്ഷൻ. ഇങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്ന കേസിൽ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളുക. അപ്പോൾ കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങനെ കണ്ടിന്യൂസ് ആയ ഒരു ഫംഗ്ഷന് അതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം ഡെറിവേറ്റീവ് എന്നാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് +1 f' x, അല്ലെങ്കിൽ നിങ്ങൾ y എന്ന് പറയുന്നതിനെ dy/dx എന്ന് പറഞ്ഞു അല്ലേ? dy/dx. നിങ്ങൾക്കറിയാം, നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇതാണ് ഗ്രാഫ് എന്ന് വെക്കുക, എക്സും വൈയും ആണല്ലോ. ഇങ്ങനെ ഒരു കർവ് പോകുന്നു. ഈ കർവ് എയും ബിയുമാണ്. എ എന്ന് പറയുന്ന പോയിന്റ് x1ഉം y1ഉമാണ്, ബി x2ഉം y2ഉമാണ് എങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് y2 - y1/x2 - x1 ആണെന്ന് നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ മുതൽ ബി വരെ ഉണ്ടാകുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എ തൊട്ട് ബി വരെ ഉണ്ടായ വൈയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് അർത്ഥം. വൈക്കുണ്ടായ ചേഞ്ചിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിനുണ്ടായ ചേഞ്ചുമായി എടുക്കുന്ന റേഷ്യോയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് വിളിച്ചത് അല്ലേ? അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? സപ്പോസ് എയിൽ നിന്ന് ഒരു കാർ സഞ്ചരിച്ച് ബിയിലേക്ക് എത്തി എന്ന് വെക്കുക. അപ്പോൾ എന്താണ് ഇവിടെ നോക്കൂ, ഇവിടെ ടൈം എക്സ് ടൈം ആണെങ്കിൽ 2 മണിക്കൂറായപ്പോൾ അത് 10 കിലോമീറ്ററായി, 8 മണിക്കൂറായപ്പോൾ അത് 50 കിലോമീറ്ററായി എന്ന് പറയുമ്പോൾ 50 - 10/8 - 2 = 40/6 ആണ് അതിൻ്റെ km/h അഥവാ സ്പീഡ് എന്നാണ് നമ്മൾ പറയുക. കാരണം നമ്മൾ സ്പീഡിന് പഠിച്ചിട്ടുള്ളത് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് അല്ലേ?
പക്ഷേ മാത്സിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് എക്സ് എന്ന് വൈ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പം ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇത് ടൈമും ഡിസ്റ്റൻസും ആകുമ്പോൾ ഇതെന്തായി മാറുന്നു? ഇത് സ്പീഡായി മാറുന്നു അല്ലേ. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്പീഡാണ്. ഏത് സ്പീഡ്? എ മുതൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് സ്പീഡ് എന്ന് പറയുന്നത്. എവിടെ തൊട്ട്? എ മുതൽ ബി വരെ ഉള്ളത്. ഇനി എയും ബിയും രണ്ട് ദൂരമായിരുന്നു, ഇതിനെ എനിക്ക് അടുപ്പിച്ച് കൊണ്ടുവരണം. എ ഇവിടെയും ബി ഇവിടെയുമായി മാറി. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞ് വന്ന ശേഷം ഈ കർവിനിടയ്ക്ക് എയും ബിയും തമ്മിൽ വളരെ വ്യത്യാസങ്ങളൊന്നുമില്ല, വളരെ ചേർന്നാണ് നിൽക്കുന്നത് എയും ബിയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 3 അവറും തൊട്ടടുത്ത ടൈം 3.00001 അവറുമാണെങ്കിൽ ഈ സമയങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലല്ലോ. ശരിക്കും അവ തമ്മിൽ സെയിം ആണെന്ന് പറയാം, എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട് താനും. അപ്പം ടൈം ഈക്വൽ ടു 3 എന്ന് പറയുന്ന ടൈമിലെ അറ്റ് 3 എന്ന് പറയുന്ന ടൈമിൽ ആ ഇൻസ്റ്റൻറ്റിലുള്ള 3 അവർ എന്ന് പറയുന്ന ആ ഇൻസ്റ്റൻറ്റിനുള്ള സ്പീഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എടുക്കേണ്ടി വരും അല്ലേ. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ളത് എടുക്കുക. ആ ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയനായിട്ടുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ വേറൊരു രീതിയിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള സ്ലോപ്പിനെയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിന്റിലേക്കുള്ള സ്ലോപ്പിനെയാണ് നമ്മൾ വേറൊരു രീതിയിൽ എന്തെന്ന് പറയുക? ഡെറിവേറ്റീവ് എന്ന് പറയുക, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുക. നമ്മളുടെ വാല്യൂ എക്സ് എന്ന് പറയുന്ന വില 3ലേക്ക് അടുക്കുമ്പോൾ, എക്സ് എന്ന് പറയുന്ന വില 3 എന്ന് പറയുന്ന അവറിലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ടൈം 3ലേക്ക് അടുക്കുമ്പോൾ എന്ത് ചേഞ്ച് ആണോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിന് വൈക്ക് വരുന്നത്, അപ്പോൾ വെൻ ലിമിറ്റ് ടി ടെൻസ് ടു 3 ടി 3ലേക്ക് അടുക്കുമ്പോൾ ആർക്കുണ്ടാകുന്ന ചേഞ്ച് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ലെങ്കിൽ t2 മൈനസ് t1 ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം s2 മൈനസ് s1 എന്ന് കൊടുക്കാം. s2 മൈനസ് s1 സമയം 3 അവറിലേക്ക് അടുക്കുമ്പോൾ s2 മൈനസ് s1 ബൈ t2 മൈനസ് t1 സമയം 3 അവറിലേക്ക് അടുക്കുമ്പോൾ s2 മൈനസ് s1 ബൈ t2 മൈനസ് t1നെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ds ബൈ dt എന്ന് പറയുക. എന്തെന്ന് പറയുക? ds ബൈ dt. അപ്പം നമ്മൾ മാത്സിലേക്ക് പറയുമ്പോൾ നമ്മൾ ടൈം എന്നും ഡിസ്പ്ലേസ്മെൻ്റ് എന്നും പറയില്ല, പകരം നമ്മൾ എന്തെന്നേ പറയൂ? y എന്നും x എന്നുമേ പറയുള്ളൂ. മനസ്സിലാവുന്നല്ലോ. അപ്പോൾ y2 എന്ന് പറയുന്നത് എനിക്ക് എന്തെന്ന് വിളിക്കാം? f ഓഫ് x2 മൈനസ് y1നെ f ഓഫ് x1 ബൈ x2 മൈനസ് x1 എന്നെടുക്കാം. അപ്പോൾ ഇവയ്ക്കിടയ്ക്കുള്ള 3യും 3.001നും ഇടയ്ക്കുള്ള ചെറിയ ഡിഫറൻസ് ഉണ്ടല്ലോ, x2 മൈനസ് x1, അതിനെ ഞാൻ ഇനി മുതൽ എന്തെന്ന് വിളിക്കും? h എന്ന് വിളിക്കും. x2 മൈനസ് x1, എക്സുകളുടെ വ്യത്യാസമാണ് h ബൈ f ഓഫ് x2. f ഓഫ് x2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? f ഓഫ് x2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നോക്കൂ, ഇവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇതാണ് ഗ്രാഫ് എന്ന് വെക്കുക. ഇതായിരുന്നു നമ്മുടെ x1, ഇതായിരുന്നു നമ്മുടെ x2. അപ്പോൾ x1 കൊടുക്കുമ്പോൾ കിട്ടുന്ന വിലയാണല്ലോ f ഓഫ് x1, x2 കൊടുക്കുമ്പോൾ കിട്ടുന്ന വിലയാണല്ലോ f ഓഫ് x2. അപ്പം ഇതിനിടയ്ക്കുള്ള വ്യത്യാസം h എന്ന് പറയുമ്പോൾ ഇത് x ആണെങ്കിൽ അടുത്ത വരുന്നത് x പ്ലസ് h അല്ലേ, ഇവിടെ വരുന്ന പോയിന്റ് x പ്ലസ് h അല്ലേ. x2നെ എനിക്ക് x പ്ലസ് h എന്ന് വിളിക്കാമല്ലോ. ഇവിടെ x ആണെങ്കിൽ ഈ ഡിഫറൻസ് h ആണെങ്കിൽ x പ്ലസ് h. അപ്പോൾ x കൊടുക്കുമ്പോൾ f ഓഫ് എക്സും x പ്ലസ് h കൊടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? x പ്ലസ് h എന്ന് വല്ലേ കിട്ടുക. അപ്പോൾ ഇതിനെ സ്ലോപ്പിനെ ഞാൻ എങ്ങനെ എഴുതും? f ഓഫ് x പ്ലസ് h മൈനസ് f ഓഫ് x ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ഇവയുടെ ഡിഫറൻസ് ആയി h ആയിട്ട് എഴുതും അല്ലേ. അപ്പം ഈ ഡിഫറൻസ് വളരെ അടുത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയും ബിയും ചേർന്ന് വന്ന് ഒരു പോയിന്റായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? എക്സും x പ്ലസ് എച്ചിനും ഇടയ്ക്കുള്ള h എന്ന് പറയുന്ന ആൾ എങ്ങോട്ടേക്ക് പോകും? 0യിലേക്ക് അടുക്കും. ശരിയാണല്ലോ. എക്സിനും x പ്ലസ് എച്ചിനും ഇടയ്ക്ക് വരുന്ന h എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 0 ആകുന്നില്ല. ടെൻസ് 0 എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ടെൻസ് 0 എന്ന് പറഞ്ഞാൽ 0 അല്ല, ബട്ട് 0യിലേക്ക് അടുക്കുന്നു. ഇവർക്കിടയ്ക്കുള്ള ഡിഫറൻസ് 0യിലേക്ക് അടുക്കുമ്പോൾ ഈ എയും ബിയും ഒരു പോയിന്റായി മാറും. ആ പോയിന്റ് ആകുമ്പോൾ അപ്പം ലിമിറ്റ് h ടെൻസ് 0, h 0യിലേക്ക് അടുക്കുമ്പോൾ എന്ന് പറയും എയും ബിയും ഒരു പോയിന്റ് ആകുമ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ് h, എക്സിൻ്റെ ഡിഫറൻസ്. ഈ സ്ലോപ്പിന് എന്ത് സംഭവിക്കുന്നോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? f ഡാഷ് x എന്ന് വിളിക്കുക. അപ്പം ഇത് h0 ആകുന്ന ആ പോയിന്റ്, ആ ഒരു ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, ആരുടെ റേറ്റ് ഓഫ് ചേഞ്ച്? വൈക്ക് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഫ് ഡാഷ് എക്സ്, അഥവാ വൈ ആണെങ്കിൽ dy ബൈ ഡി എക്സ് എന്ന് വിളിക്കുന്നു. അപ്പം ശരിക്കും dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവിൻ്റെ സ്ലോപ്പ് എന്നുള്ളതാണ് അർത്ഥം. ഒരു കർവിൻ്റെ സ്ലോപ്പ് എന്നാണ് റേറ്റ് ഓഫ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്കുണ്ട് എന്ന് വെക്കുക, ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വെക്കുക. ഈ ഫംഗ്ഷൻ്റെ ഈ ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാം. ഈ ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം നിങ്ങൾക്ക് സ്ലോപ്പുകൾ വരയ്ക്കാൻ കഴിയും, സ്ലോപ്പ് കിട്ടും.
അല്ലേ? അപ്പം ഇവിടെ മുതൽ ഈ പോയിന്റ് മുതൽ എ മുതൽ ബി വരെയുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്താണ് സ്ലോപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. കാരണം എല്ലായിടത്തും അതിന് ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ നിങ്ങൾക്കൊരു സ്ലോപ്പ് കിട്ടും. കാരണം അവിടെ ഒരു എക്സ് വാല്യൂ അവിടെ ഒരു വൈ വാല്യൂ നിങ്ങൾക്ക് കിട്ടും, സ്ലോപ്പ് കിട്ടും. അപ്പോൾ എ മുതൽ ബി വരെ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. എന്നാൽ നിങ്ങളൊന്ന് നോക്കൂ, ഈ എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഫംഗ്ഷൻ ഇവിടം വരെ വന്നു നിന്നു, അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയാണ് എന്ന് വെക്കുക. അപ്പോൾ ഏതോ ഒരു പോയിന്റ് ഇവിടെ ഇവിടെ ഒരു പോയിന്റ് എന്ന് വെക്കുക, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എന്ന് വെക്കുക. ആ പോയിന്റ് എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള പോയിന്റാണ് സി. ആ സി എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടം വരെ വന്നു, അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് ഇവിടെയാണ്, സിയുടെ റൈറ്റ് ലിമിറ്റ് തൊട്ട് മുകളിലാണ്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലല്ലോ, അല്ലെങ്കിൽ തന്നെ സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആയി പോയില്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ മുതൽ ബി വരെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്ലോപ്പ് എടുക്കാൻ കഴിയുമോ? ഇല്ല. കാരണം സി എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് എന്ത് കിട്ടില്ല? സ്ലോപ്പ് കിട്ടില്ല. ശരിയല്ലേ? അപ്പം ഡിഫറൻഷ്യബിലിറ്റി വേണമെങ്കിൽ, ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഏത് ഇൻ്റർവെല്ലാണോ നിങ്ങൾ പരിഗണിക്കുന്നത്, ഏത് ഡൊമൈനിലാണോ നിങ്ങൾ പരിഗണിക്കുന്നത്, ആ ഡൊമൈനിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി പോകണം. അങ്ങനെ കണ്ടിന്യൂസ് ആകാത്ത ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തെടുക്കാൻ കഴിയില്ല? ഡിഫറൻഷ്യബിൾ ആകാൻ കഴിയില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനുകളും കണ്ടിന്യൂസ് ആണ്. ഡിഫറൻസിയേഷൻ എടുക്കണമെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ആയ ഫംഗ്ഷനെ നമുക്ക് എന്തെടുക്കാൻ കഴിയുള്ളൂ? ഡിഫറൻസിയേഷൻ എടുക്കാൻ കഴിയുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നു? അപ്പോൾ ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ഡിഫറൻഷ്യബിലിറ്റി സ്ലോപ്പ് എടുക്കാൻ കഴിയണമെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഡെറിവേറ്റീവ് ആദ്യം മനസ്സിലാക്കി. ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ആയ ഫംഗ്ഷന് മാത്രമേ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയ ഒരു ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആദ്യം പഠിച്ചിട്ട് എന്തിലേക്ക് വന്നത്? ഡിഫറൻസിയേഷനിലേക്ക് വന്നത്. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്നാണ് അർത്ഥം. ഇനി അതുമായി ബന്ധപ്പെട്ട് +1 നിങ്ങൾ കൂടുതൽ പഠിച്ചത് അതിൻ്റെ പ്രോഡക്റ്റ് റൂൾ. രണ്ട് ഫംഗ്ഷനുകൾ തന്നാൽ പ്രോഡക്റ്റ് റൂൾ യു വി വൈ ഈക്വൽ ടു യു വി ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു എന്ന് പഠിച്ചു. അതുപോലെ വൈ ഈക്വൽ ടു യു ബൈ വി എന്ന് പഠിച്ചു. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ബൈ വി സ്ക്വയർ എന്നല്ലേ? ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ. എപ്പോഴും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനാണ് പ്രാധാന്യം. ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ക്വസ്റ്റ്യൻ റൂളൊക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചതും ചെയ്തതുമാണ്. പിന്നീട് ആ റൂൾ, അതുപോലെ തന്നെ ഡിഫറൻഷ്യബിലിറ്റി, സം ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ നിങ്ങൾ അവിടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വഴി കണ്ടതാണ്. സൈൻ എക്സിൻ്റെത് കോസ് എക്സ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ്, കോട്ട് എക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ്, കൊസീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഇനി ഇവിടെ സി തുടങ്ങുന്ന ട്രിഗണോമെട്രിക്കിനാണ് നെഗറ്റീവ് ഉള്ളതെന്ന് ഓർക്കുക. പിന്നീട് എക്സ് റൈസ് ടു എൻ്റെ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1, എക്സിൻ്റെത് 1, കോൺസ്റ്റൻ്റെ ഡെറിവേറ്റീവ് 0, റൂട്ട് എക്സിൻ്റെത് ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, 1/2 റൂട്ട് എക്സ് എന്നാണ്, അത് പഠിച്ചു വെക്കണം. പിന്നീട് ഇ റൈസ് ടു എക്സ്, ഇപ്പം നമ്മൾ +2 ഇനി തൊട്ട് പഠിക്കുന്നതാണ്. ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x എന്നാണ്. ഇതൊക്കെ ഇനി അറിയേണ്ടതാണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അതുപോലെ തന്നെ കുറേ കൂടി ഡിഫറൻസിയേഷൻ വേണ്ടുന്ന കുറച്ചുകൂടി ഫംഗ്ഷൻസ് ഉണ്ട്, അതും കൂടി നമുക്ക് എഴുതാൻ ശ്രദ്ധിക്കാം. കുറച്ചുകൂടി ഫംഗ്ഷൻസ് നോക്കാം. എ റൈസ് ടു എക്സിൻ്റെത് എ റൈസ് ടു എക്സിൻ്റെ ലോഗ് എന്നാണ്. സൈൻ ഇൻവേഴ്സ് എക്സ്, നിങ്ങൾ പഠിച്ച ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനായ 6 ഡെറിവേറ്റീവുകളാണ് എഴുതിയിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ, കോസ് ഇൻവേഴ്സ് എക്സ് -1/√1 മൈനസ് എക്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സിനും ഒരേ ഡെറിവേറ്റീവാണ്, നെഗറ്റീവിൻ്റെ വ്യത്യാസം. ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ഒരേ ഡെറിവേറ്റീവാണ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ, ബട്ട് സിയിൽ തുടങ്ങുന്നതിന് നെഗറ്റീവ് ഉണ്ടെന്ന് ഓർത്താൽ മതി. സീക്ക് ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സും ഒരേ ഡെറിവേറ്റീവാണ് 1/x ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 അല്ലെങ്കിൽ -1/x ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1. രണ്ടും സെയിം ആണ്. സിയിൽ തുടങ്ങുന്ന കൊസീക്കിന് നെഗറ്റീവ് ഉണ്ട്. ടാനും കോട്ടും സെയിം ആണ് സിയിൽ തുടങ്ങുന്നതിന്. സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും സെയിം ആണ് സിയിൽ തുടങ്ങുന്നത്. അപ്പം ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവുകൾ. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇനി ഏതെങ്കിലും ഫംഗ്ഷനുകൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് ചെയ്തു വരുന്ന വഴിയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിഫറൻഷ്യബിലിറ്റി എന്നാൽ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്നാൽ അർത്ഥമാക്കുന്നത് സ്ലോപ്പ് അഥവാ ഗ്രേഡിയൻ്റ് എന്നുള്ളതാണ്. സ്ലോപ്പ് അഥവാ ഗ്രേഡിയൻ്റ് ഓഫ് എ കർവൻ, സ്ലോപ്പ് ഓഫ് എ കർവ് എന്നുള്ളത്. അതായത് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള സ്ലോപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് ആണ് ഡെറിവേറ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഡെറിവേറ്റീവിലെ നമ്മുടെ പോർഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രോഡക്റ്റ് റൂളും ക്വസ്റ്റ്യൻ റൂളും ഒന്ന് പരിചയമാക്കാൻ വേണ്ടി മാത്രം 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ സീക്ക് എക്സ്. നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മൾ ലെറ്റ് വൈ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ലെറ്റ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ സീക്ക് എക്സ്, ദെർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് തിരിച്ച് സെക്കൻഡ് ഫംഗ്ഷൻ സീക്ക് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്?
2x sec x into 2x that is equal to എന്താ വരിക ഇത് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ sec x പുറത്തെടുക്കാം sec x into x square tan x plus 2x എന്ന് വരും ഇതാണ് അതിൻ്റെ അപ്പം പ്രോഡക്റ്റ് റൂൾ എടുക്കുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് അടുത്തത് log x by x cube that is let y equal to log x by x cube quotient റൂൾ ആണ് വേണ്ടുന്നത് therefore dy by dx equal to denominator into x cube into log x ന്റെ ഡെറിവേറ്റീവ് 1 by x മൈനസ് log x into x ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x square that is denominator into numerator ഡെറിവേറ്റീവ് മൈനസ് numerator into denominator by denominator square x cube the whole square equal to x cube ഇവിടെ x പോകുമ്പോൾ x square minus 3x square log x by x raised to 6 എന്ന് വരും x raised to 6 വേണമെങ്കിൽ x square മുകളിലും താഴെയും കട്ട് ചെയ്ത് കളയുമ്പോൾ 1 minus 3 log x by x raised to 4 ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക ഇങ്ങനെയാണ് പ്രോഡക്റ്റ് റൂളും പോർഷൻ റൂളും ചെയ്യുന്നത് ശ്രദ്ധിക്കുക